അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. ആ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സെല്ലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ഉണ്ടോ, ഈ ഫസ്റ്റ് സെല്ലിൽ നിന്നാണ് നോർത്ത് വെസ്റ്റിന്റെ അലോക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് സെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഫസ്റ്റ് സെല്ലിലെ കോസ്റ്റ് എത്ര തന്നെ ആയാലും ആ കോസ്റ്റ് നമുക്ക് വരും. ചിലപ്പോൾ അത് ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് ആവും ഫസ്റ്റ് സെല്ല്. അതായത് മെഷീൻ വണ്ണിൽ നിന്ന് കമ്പനി വണ്ണിലോട്ട്, അല്ലെങ്കിൽ ഫാക്ടറി വണ്ണിൽ നിന്ന് വെയർ ഹൗസ് വണ്ണിലോട്ട് നമ്മൾ പ്രോഡക്റ്റ് മൂവ് ചെയ്യാൻ നിർബന്ധിതരാണ്. ഈവൻ ദോ ദ കോസ്റ്റ് ഈസ് ഹൈ, എത്ര വലിയ കോസ്റ്റ് ആയാലും നമ്മുടെ ലക്ഷ്യമൊക്കെ കോസ്റ്റ് കുറക്കുക എന്നുള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അപ്പൊ ആ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്താ വെച്ചാൽ, വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ, അതാണ് ഇവിടെ നോക്കുന്നത്. ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെൽ ഏതാണ്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സെൽ ഏതാണ്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സെൽ ഏതാണ്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സെൽ ഏതാണ്, വിച്ച് ഈസ് ദി ലീസ്റ്റ് കോസ്റ്റ് സെൽ, ഏതായിരിക്കും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ല്? M3. അതെന്താ M3 എന്ന് പറയാൻ കാരണം? M3 എന്ന് പറഞ്ഞാൽ അത് മെഷീൻ 3 അല്ലേ ആയിട്ടുള്ളൂ, ഒരാളും കൂടെ കണക്ട് ആയിട്ട് വരില്ലേ? M3 C4, അപ്പൊ എന്താ M2 C4 ആവില്ലേ? M1 C4 ആവില്ലേ? M3 C3, M3 C3 അല്ല, M2 C2 ഒക്കെ 4 അല്ലേ? അതൊക്കെ തെറ്റാ. M2 C2 അത് 4 അല്ലേ? തെറ്റല്ലേ? M4 C4, M4 ഉണ്ടായിരുന്നു. ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവ് കുറവ്. ഈ പറയുന്ന ആളുകളാണ് ചെലവ് കുറവ്. ഇവിടെ ചെലവ് കുറവാണ്, ഈ സെല്ല് ചെലവ് കുറവാണ്, ഈ സെല്ല് ചെലവ് കുറവാണ്, ഈ സെല്ല് ചെലവ് കുറവാണ്. അതൊക്കെയാണ് ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ല്. ഇതിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, നോർമലി ഒരു സീറോ ആണെങ്കിൽ നമുക്ക് എവിടുന്നും ഏറ്റവും ഒരു സീറോ ആണെങ്കിൽ എവിടെ തുടങ്ങും. ഇതിപ്പോൾ 3 സീറോ, അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും എവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ അതിനൊരു മാനദണ്ഡം പറയാറ് എന്താന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 110 ഡിമാൻഡ് അല്ലേ? 110 ഡിമാൻഡ്. ആൻഡ് ഇവിടെ സപ്ലൈ 250, ഇവിടെ സപ്ലൈ 320, ഇവിടെ സപ്ലൈ 280. അപ്പോ 110 ഡിമാൻഡ് അല്ലേ? അപ്പൊ ആ 110 ഡിമാൻഡ് ഏറ്റവും ആരാ റിപ്ലൈ ചെയ്തേ? ഡെമ്മി ആയാലും ചെയ്തേ പറ്റൂ. പ്രോബ്ലം ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഡെമ്മി ഇല്ല, അങ്ങനെ സംസാരമൊന്നുമില്ല. പ്രോബ്ലം ചെയ്തു തുടങ്ങിയാൽ അത് ഡെമ്മി ആണോ അല്ലേ എന്നുള്ള സംസാരമൊന്നുമില്ല. നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തായാലും ഇതിന്റെ ആക്ച്വൽ സ്റ്റെപ്പ് വോഗലാണ്. ഓക്കെ, സോ യു വെയിറ്റ്. അപ്പോ ഇവിടെ സീറോയിൽ വന്നു കഴിഞ്ഞാൽ ഈ സീറോ എടുക്കണോ എന്നാ ഇങ്ങനെ വിചാരിക്കാൻ. നോർമലി ഏത് സീറോ എടുക്കാം, ഏതെങ്കിലും ഒരു സീറോ വെച്ചങ്ങ് ചെയ്യാം. എന്തായാലും ആൻസർ ഇത് കറക്റ്റ് ആവാൻ പോകുന്നില്ല, അതിന്റെ ഇംപ്രൂവ്മെന്റ് സ്റ്റെപ്പിലാണ് ആൻസർ കറക്റ്റ് ആവാൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സീറോ എടുത്ത് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ മാക്സിമം അലൊക്കേഷൻ വരുന്ന സെല്ല് എടുക്കാന്ന് പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ 3ലും മാക്സിമം അലൊക്കേഷൻ വരും. ഫോർ എക്സാമ്പിൾ M3യിൽ വന്നാലും 110 ഇടാൻ പറ്റും, ഇതിൽ വന്നാലും 110 ഇടാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഫസ്റ്റ് സെല്ല് ചെയ്യുന്നു. തൽക്കാലം എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ സീറോയിൽ അങ്ങ് ചെയ്യുന്നു. കൺഫ്യൂഷൻ ഒന്നുമില്ല, എന്റെ മുമ്പിൽ വന്ന ഒന്നാമത്തെ സീറോയിൽ അങ്ങ് ചെയ്യുന്നു. ഓക്കെ, ഏതും ചെയ്യാം, കാരണം ഒരെണ്ണം ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സെല്ലിൽ ചെയ്യുന്നു. ഫസ്റ്റ് സെല്ലിൽ ഞാൻ അലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അലൊക്കേഷൻ വരുന്നത് താഴത്തോട്ട് നോക്കുന്നു. എത്രയാണ് ഈ വെയർ ഹൗസിന് ആവശ്യമായിട്ട് വരുന്നത്? 110. എത്രയാണ് ഫസ്റ്റ് ഫാക്ടറിയിൽ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്? 250. അപ്പൊ ഹൗ മച്ച് ഐ പുട്ട് 110 250? വാട്ട് ഐ പുട്ട് 110. കാരണം 110 ആവശ്യമുള്ളൂ ആ ഫാക്ടറി വെയർ ഹൗസിന്. അപ്പൊ 110 അല്ലേ മാക്സിമം കൊടുക്കേണ്ടുള്ളൂ അല്ലേ? 112 കൊടുക്കേണ്ട ആവശ്യമില്ല, 250 കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെന്ന് വിചാരിച്ച ആളെ നിർബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളതേ കൊടുക്കാവൂ.
അപ്പൊ ഞാൻ 110 കൊടുത്തു. ഇനി ഈ ഫാക്ടറിക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പോ ഈ ഫാക്ടറിയിൽ നമ്മൾ ഓൾറെഡി എത്ര കൊടുത്തു? 250 കൊടുത്തു. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക, ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എല്ലാം ഫാക്ടറിയാണ്. ഫാക്ടറി, ഇതൊക്കെ ഫാക്ടറിയാണ്. ഇതൊക്കെ എന്താണ്? വെയർ ഹൗസ് ആണ്. വെയർ ഹൗസ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോ 110 സീറോ ആയി. ഇനി ഈ വെയർ ഹൗസിൽ ഇനി ഒന്നും വേണ്ട. പക്ഷെ ഈ ഫാക്ടറിന്ന് എത്ര പോയി? ബാലൻസ് എത്രയുള്ളൂ ഇനി ഫാക്ടറിയുടെ കയ്യിൽ? പറഞ്ഞേ. 140 അല്ലേ? 140 അല്ലേ? റൈറ്റ്? യെസ്, 140. ഇനി സീറോ ആയ സ്ഥലത്തോട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ ഇതല്ലേ സീറോ ആയത്? ഇതല്ലേ സീറോ ആയ വെയർ ഹൗസ്? ശ്രദ്ധിക്കുക, ലീസ്റ്റ് കോസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്, ഈ സീറോ ആയ സെല്ലുകളൊക്കെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അതെങ്ങനെ സാറേ സീറോ ആയ സെല്ല്? എന്ത് സീറോ ആയ സെല്ല്? ഇവിടെ സീറോ ആയില്ലേ? ഇവിടെ സീറോ ആയില്ലേ? ഈ വെയർ ഹൗസിന്റെ വാല്യൂ സീറോ ആയില്ലേ? അപ്പൊ വാല്യൂ സീറോ ആയ സ്ഥിതിക്ക് ഇനി ആ വെയർ ഹൗസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സെല്ലുകളെ വെട്ടിക്കളഞ്ഞു. Again I'm asked the question, which is the least cost cell? ഏതാ അടുത്ത ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് സെല്ല്? പറഞ്ഞേ, അടുത്ത ലീസ്റ്റ് കോസ്റ്റ് സെല്ല് ഏതാ? 0 കഴിഞ്ഞ അടുത്ത ലീസ്റ്റ് കോസ്റ്റ് സെല്ല് ഏതാ? ആ നമ്പർ പറഞ്ഞാൽ മതി. Which is the least cost cell? 4. Yes, 4 അല്ലേ? അതെ, M2C2 4. അപ്പൊ ഇതാണ് ലീസ്റ്റ് കോസ്റ്റ് സെല്ല്. ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ ഞാൻ അലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തോട്ട് നോക്കി എത്രയാണ് ആവശ്യം? 260 ആവശ്യമുണ്ട്. എത്ര കൊടുക്കാനുണ്ട്? 320 കൊടുക്കാനുണ്ട്. സോ 260 കൊടുക്കല്ലേ? യെസ്, 260 കൊടുക്കാം. ഐ എം പുട്ടിങ് 260. ഓക്കെ, 260 കൊടുക്കാം. അപ്പൊ 260 എന്തായി? 0മായി. 260 എന്തായി? 0മായി. ഓട്ടോമാറ്റിക്കലി 320 ബാലൻസ് എന്തായി? എത്ര വരും? 320 മൈനസ് 260. എത്ര പറഞ്ഞേ? 60 അല്ലേ? 60 ആണോ? അതെ, 60. സോ ബാലൻസ് 60. ഏതാ 0 ആയത്? ഈ കോളം അല്ലേ 0 ആയത്? അപ്പൊ ഈ 0 ആയ കോളത്തിലെ കറസ്പോണ്ടിങ് സെല്ലുകളൊക്കെ വെട്ടിക്കളഞ്ഞു. ഈ രണ്ടും വെട്ടിക്കളഞ്ഞു. ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പോയ വെയർ ഹൗസ് 2 കൊടുക്കണം എന്നാ. വെയർ ഹൗസ് 2 കൊടുക്കേണ്ട ആവശ്യമില്ല. Again I'm asked the question, which is the least cost cell? Which is the least cost cell? 5 ഉണ്ട് അല്ലേ? 5 ഉണ്ട് അല്ലേ? 5 ഉണ്ട്. ഓക്കെ, ഇവിടെ 5 ഉണ്ട്. ഏതിലോട്ടും പോവാം. ഇവിടെ പോയാൽ കുറച്ച് അങ്ങോട്ട് വരേണ്ടി വരും, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ ക്രൈറ്റീരിയ ഒന്നും നോക്കണ്ട. സോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പോയിട്ട് ഞാൻ ഇവിടെ അലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 180 വേണം. എൻ്റെ എത്ര കൊടുക്കാനുണ്ട്? 280 കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ 180 കൊടുക്കും. ഈ 180 ബിക്കം വാട്ട്? 180 കിട്ടിയ 180 ബിക്കം 0. 250 ഇനി ബാക്കി എത്ര കൊടുക്കാനുണ്ടാവുള്ളൂ? 100. ഏതാ സീറോ ആയത്? ഈ താഴത്തോട്ടാണ് സീറോ ആയത് അല്ലേ? താഴത്തോട്ട് സീറോ ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഈ ബാലൻസ് സെല്ലുകൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഓക്കെ, again I'm asked the question, which is the least cost cell? നേരത്തെ ഒരു 5 ഉണ്ടായിരുന്നു, നമ്മളോട് പോയില്ലല്ലോ. ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, എത്ര വേണം? 300. എത്ര കൊടുക്കാനുണ്ട്? 60. 300 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 60 കൊടുക്കാൻ പറ്റൂ. ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്, 60 കൊടുക്കും. This 60 become 0. This 300 become कितना? 240. 240. യെസ്. ഏതാ സീറോ ആയത്? ഈ കോളമാണ്. അവിടെ ഓൾറെഡി എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കുഴപ്പമില്ല. Again my question is, which is the least cost cell? This 7. Yes. Okay. 7ൽ എത്ര വേണം? 240 വേണം. എത്ര കൊടുക്കാനുണ്ട്? 100 കൊടുക്കാനുള്ളൂ. അപ്പൊ 100 കൊടുക്കുക. 100 become 0. 240 become 140. വെട്ടിക്കളയാണ്ടോ? ഇല്ല, ഓൾറെഡി ഒക്കെ വെട്ടിക്കളഞ്ഞതാണ്. ഇനി ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ആകെ ഒരു സെല്ലല്ലേ ഉള്ളൂ.
എന്നാലും തമാശക്ക് വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ? യെസ്, 8 ആണ്. എത്ര വേണം? 140. എത്ര ഉണ്ട്? 140. വാട്ട് ഐ പുട്ട്? 140. 140 ബിക്കം 0. 140 ബിക്കം 0. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. നൗ ദ കോസ്റ്റ് അസോസിയേറ്റഡ് with the above method. Cost associated with the above method. In the cost associated, cost associated with the above method. See, first one, allocated cell. രണ്ടാമത് computation. മൂന്നാമത് കോസ്റ്റ് അല്ലേ? അലൊക്കേറ്റഡ് സെല്ല്, കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ്. ഓക്കെ, ഓക്കെ, ഓക്കെ. എന്താണ് അലൊക്കേറ്റഡ് സെല്ല്? പേര് പറഞ്ഞേ. ഒന്നാമത്തെ അലൊക്കേറ്റഡ് സെല്ല് എന്താ? M1 C1. M1 C1 എത്ര അലൊക്കേറ്റ് ചെയ്തു? 140 അലൊക്കേറ്റ് ചെയ്തു. ഓരോന്നും അലൊക്കേറ്റ് ചെയ്യാൻ എത്ര രൂപ ചെലവ്? 8 രൂപ. അതൊക്കെ ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു, 8 രൂപയാണ് ഓരോന്ന് അലൊക്കേറ്റ് ചെയ്യാൻ ചെലവ്. അപ്പൊ 140 × 8 എത്രയുടെ കോസ്റ്റ്? 140 × 8 ഗുണിച്ച് പറഞ്ഞേ. 1120. ശരിയാണോ? ഞാൻ നോക്കുന്നില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ച് ഞാൻ എഴുതി പോവാണ്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. ഓക്കെ, അടുത്തത് M1 C4. M1 C4 എത്ര വരുന്നേ? 110. 110 ഇൻറ്റു കോസ്റ്റ് 0. കോസ്റ്റ് 0. അപ്പൊ എത്ര വരെ കോസ്റ്റ്? 0. അടുത്തത് M2 C1. M2 C1 എത്ര അലൊക്കേറ്റ് ചെയ്തേ? 60. കോസ്റ്റ് എത്രയാ? 5. 6 5 30. അപ്പൊ എത്ര വരും? 300. കറക്റ്റ് അല്ലേ? യെസ്. അടുത്തത് M2 C2 എത്ര അലൊക്കേറ്റ് ചെയ്തേ? 260 അലൊക്കേറ്റ് ചെയ്തു. എത്രയാണ്? 4. എത്ര കോസ്റ്റ് വരും എന്ന് പറഞ്ഞേ? ആയിരത്തി 1040. അടുത്തതെന്താ? M3 C1. M3 C1 എത്ര അലൊക്കേറ്റ് ചെയ്തു? 100. എത്രയാ ചെലവ്? 7 രൂപ ചെലവ്. എത്ര വരും? 700. അടുത്തെന്താ? M3 C3 എത്ര അലൊക്കേറ്റ് ചെയ്തു? 180. എത്ര ചെലവ്? 5. എത്ര കോസ്റ്റ് വരാ? 900. ഓക്കെ, എത്രയാ ടോട്ടൽ ചെയ്തേ? ടോട്ടൽ ചെയ്ത് പറഞ്ഞേ. എത്രയാണ് ടോട്ടൽ നോർമലി വരിക? 4060 അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത മെത്തേഡിൽ എത്രയായിരുന്നു കോസ്റ്റ്? ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത മെത്തേഡിൽ എത്രയായിരുന്നു കോസ്റ്റ്? ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത മെത്തേഡിൽ എത്ര? 4230. സോ മൈ ക്വസ്റ്റ്യൻ, കോസ്റ്റ് കുറഞ്ഞില്ലേ? അപ്പൊ കോസ്റ്റ് കുറഞ്ഞില്ല. അപ്പൊ ഏത് മെത്തേഡാണ് നല്ലത്? നോർത്ത് വെസ്റ്റ് ആണോ നല്ലത്? ലീസ്റ്റ് കോസ്റ്റ് ആണോ നല്ലത്? നോർത്ത് വെസ്റ്റ് ആണോ നല്ലത്? ലീസ്റ്റ് കോസ്റ്റ് ആണോ നല്ലത്? നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. അപ്പൊ എക്സാമിന് ചോദിക്കുക നോർത്ത് വെസ്റ്റ് ആണോ ലീസ്റ്റ് കോസ്റ്റ് ആണോ നല്ലത്? നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ചെയ്ത് കാണിച്ചു കൊടുക്കണം. ലീസ്റ്റ് കോസ്റ്റ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. ലീസ്റ്റ് കോസ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? പുതുതായിട്ട് അഡ്മിഷൻ എടുത്തവരൊക്കെ ഉണ്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ലീസ്റ്റ് കോസ്റ്റ് മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്. അഭിജിത്ത് സന്തോഷിന് ക്ലിയർ ആണ്. വേറെ ആരെങ്കിലും ലീസ്റ്റ് കോസ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും?
ലീസ്റ്റ് കോസ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞു. ഒന്നുമില്ല, ലീസ്റ്റ് കോസ്റ്റ് സെല്ലിലോട്ട് പോവാ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ശരി, ക്ലിയർ ആണ്. ഓക്കെ, എന്നാ ഞാൻ ബോർഡ് റൈസ് ചെയ്യട്ടെ. നോട്ട് ചെയ്യാൻ സമയം വേണോ? നോട്ട് ചെയ്യാൻ സമയം വേണോ എഴുതിയെടുക്കൂ. ഓർ ഐ വിൽ ക്ലിയർ ദ ബോർഡ്. ഞാൻ ആദ്യം ബോർഡിൽ ചെയ്യാനൊരു ശ്രമം നടത്തി. എന്തിനാ ബോർഡിൽ ചെയ്യുന്നത്? നമുക്ക് നല്ലത് ഇതാ, ഇതായിരിക്കും ബെസ്റ്റ്. ബോർഡ് എളുപ്പമല്ല, അതിങ്ങനെ ഗ്ലെയറൊക്കെ അടിക്കും. എഴുതിയെടുക്കൂ. ചെയ്ത് കഴിഞ്ഞാൽ പറയൂ, നോട്ട് ചെയ്താൽ പറയൂ. ഐ വിൽ റൈസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ഇത് ഇത്രയായി. അപ്പം നമ്മളിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു നോർത്ത് വെസ്റ്റ് കോർണറാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന്. ഇനി അത് മാറ്റി പറയേണ്ടി വരും. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ കോളംസ് വരച്ച് എഴുതുകയാണ്, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, again I am drawing least cost. Two, 3, 4. 1, 2, 3. ഓക്കെ, ശരി. അപ്പം നമുക്ക് വാല്യൂസ് എഴുതാം. നമ്മുടെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 8, 7, 6 അല്ലേ? 8, 7, 6, 0, 5, 4, 9, 0. 5, 4, 9, 0. പിന്നെ 7, 5, 5. 7, 5, 5, 0. ആൻഡ് സപ്ലൈ 250, 320, 280, 300, 260, 180, ഇത് 110 എന്നാണ് നേരത്തെ പറഞ്ഞു. ഓക്കെ, നൗ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ എക്സാമിന് ചെയ്യേണ്ടി വരിക. ഇതാണ്. ബട്ട് നോർത്ത് വെസ്റ്റ് ചോദിച്ചാൽ നോർത്ത് വെസ്റ്റ് ചെയ്യണം, ലീസ്റ്റ് കോസ്റ്റ് ചോദിച്ചാൽ ലീസ്റ്റ് കോസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോർത്ത് വെസ്റ്റ് ഒക്കെ ചോദിച്ചാൽ മാത്രം ചെയ്താൽ മതി, ലീസ്റ്റ് കോസ്റ്റും ചോദിച്ചാൽ ചെയ്താൽ മതി. ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് IBFS കാണാൻ പറഞ്ഞാൽ ഈ മെത്തേഡാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ക്യാൻ ഐ പ്രൊസീഡ്? All are ready? Ready? Yes. നോർത്ത് വെസ്റ്റിൽ ഫസ്റ്റ് സെല്ലിൽ നിന്ന് തുടങ്ങും. ലീസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ സെല്ലിൽ നിന്ന് തുടങ്ങും. ഓഗലിൽ എന്താ ചെയ്യുക? ഓഗലിൽ ചെയ്യുന്നത് ഐട്രേഷൻസ് വഴിയാണ്. നന്നായി ശ്രദ്ധിച്ചോട്ടാ. ഓഗലിൽ ചെയ്യുന്നത് ഐട്രേഷൻസ് വഴിയാണ്. ഐട്രേഷൻസ്. എന്താണ് ഐട്രേഷൻ സാർ? ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. റോ ഐട്രേഷനും ഉണ്ട്, കോളം ഐട്രേഷനും ഉണ്ട്. റോ ഐട്രേഷൻ ഉണ്ട്, കോളം ഐട്രേഷൻ ഉണ്ട്. ഞാനൊന്ന് ചെയ്ത് കാണിക്കാം.
ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന റോ ഐട്രേഷനാണ്. സോ ഞാനിവിടെ 1 ഇട്ടു, ഒന്നാമത്തെ ഐട്രേഷൻ. എന്നിട്ട് ഞാൻ ഒന്നാമത്തെ റോ എടുത്തിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വിച്ച് ഈസ് ദ 2 ലീസ്റ്റ് നമ്പേഴ്സ്? 2 ചെറിയ നമ്പറുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ റോയിലെ 2 ചെറിയ നമ്പറുകൾ ഏതൊക്കെയാണ്? പറഞ്ഞേ. ഒന്നാമത്തെ റോയിലെ 2 ചെറിയ നമ്പറുകൾ ഏതാണ്? 6ഉം 6ഉം 7ഉം പറയാൻ പറ്റില്ല, 0 അല്ലേ അവിടെ. വർഷ വർഗീസ് 6 7 റോങ് ആണ്. 6ഉം 0 ആണ്. ടേക്ക് ദ ഡിഫറൻസ്. പറയുമ്പോൾ എത്ര വരിക? 6. ടേക്ക് ദ ഡിഫറൻസ് 6. Next row, which is the 2 least numbers? Next row, which is the 2 least numbers? 4, 0. What's the difference? Difference is 4. Next row, which is the 2 least number? 5 and 0. Difference 5. ഈ കിട്ടിയ വാല്യൂസിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? പെനാൽറ്റി ഫാക്ടർ. എഴുതി വെച്ചോ, പെനാൽറ്റി ഫാക്ടർ. അപ്പൊ എന്തിനാ ഐട്രേഷൻ ചെയ്യുന്നേ? പെനാൽറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ചെയ്ത ഐട്രേഷന്റെ പേരെന്താ? റോ ഐട്രേഷൻ. ഇനി ചെയ്യാൻ പോകുന്നത് എന്താ? ഇനി ചെയ്യാൻ പോകുന്നത് കോളം ഐട്രേഷൻ. കോളം ഐട്രേഷൻ നമ്പർ 1. ഒന്നാമത്തെ കോളം എടുക്കും. ഒന്നാമത്തെ കോളത്തിൽ വിച്ച് ഈസ് ദ 2 ലീസ്റ്റ് നമ്പർ? വിച്ച് ഈസ് ദ 2 ലീസ്റ്റ് നമ്പർ? 5 and 7. What's the difference? 2. Next 2 least number, 4 and 5. Difference 1. Next 2 least number, 6 and 5. 6 and 5. Difference 1. Next 2 least number, 0 and 0. Difference 0. ഇത്രയും ചെയ്തത് എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും ചെയ്തത് എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും ചെയ്തത് എല്ലാവർക്കും മനസ്സിലായോ? യെസ് യെസ് യെസ്. ഇത്രയും ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി. യെസ്. Now asking, which is the highest penalty factor? ഏറ്റവും വലിയ പെനാൽറ്റി ഫാക്ടർ അതാ. which is the highest penalty factor? Which is the highest penalty factor? That is 6. That is 6. Put arrow here. Put arrow here. Highest penalty factorന്റെ അപ്പുറത്തൊരു ഏരോ ഇടൂ. Put arrow here. ഏരോ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണോ കിടക്കണം? അങ്ങോട്ട് തിരിയപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ആവട്ടെ. Put arrow here. ഇവിടെ ഒരു ഏരോ ഇട്ടു. അവിടെ കയറണം. ആ സെല്ലിൽ കയറണം. ഈ സെല്ലിൽ കയറാൻ പെർമിഷൻ കിട്ടിയെന്നർത്ഥം. ഐ ഗോട്ട് ദ പെർമിഷൻ ടു എൻ്റർ ടു ദി സെൽ. ഈ സെല്ലിൽ കയറിയിട്ട് എന്താ നോക്കുന്നറിയോ? വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ? ഈ സെല്ലിൽ കയറിയിട്ട് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാ? 0. ഏതാ ലീസ്റ്റ് കോസ്റ്റ് സെല്ല്? 0. 0 അല്ലേ? 0 അല്ലേ? യെസ്. എന്നിട്ട് ഇവിടെ പോയിട്ട് അലൊക്കേറ്റ് ചെയ്യുക. യെസ്. ഇവിടെ വീണ്ടും പഴയ പരിപാടി തന്നെ. എന്താ പഴയ പരിപാടി? വിദ്യ 6 ആണോ ലിസ്റ്റ് കോസ്റ്റ് സെല്ല്? ആണോ? അല്ല, വിദ്യ പറഞ്ഞത് 6 ഹയസ്റ്റ് നമ്പർ എന്നാവും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഓക്കെ. വിച്ച് ഈസ് എ ലീസ്റ്റ് കോസ്റ്റ് സെൽ? 0. ഇവിടെ ചെന്നിട്ട് നോക്കുകയാണ്. എത്രയാണ് വേണ്ടത്? 110 വേണം. എത്ര ഉണ്ട്? 250 ഉണ്ട്. എത്ര കൊടുക്കുക? 110 കൊടുത്താൽ മതി. വാട്ട് ഹാപ്പൻ? 110 become 0. 250 become കിतना? 250 എത്ര ആവും? പറഞ്ഞേ. 250 എത്ര ആവും? 140. യെസ്, 140. ഇനി എന്താ പരിപാടി? 0 ആയ സെല്ല് ക്യാൻസൽ ചെയ്യണം. ഇത് 0 ഇല്ലേ? ഈ സെല്ല് ക്യാൻസൽ ചെയ്തു. ഇത് 0 ഇല്ലേ? ഈ സെല്ല് ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? അഗെയിൻ ഐട്രേഷൻ നമ്പർ 2. ഐട്രേഷനിലൂടെ മാത്രമേ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഐട്രേഷൻ നമ്പർ 2. Again I'm asking the question, which is the 2 least cost numbers? പറയ്. ഫസ്റ്റ് റോയിലെ 2 least numbers ഏതാ? 2 least numbers എത്രയാ? 6 and 0. തെറ്റാണ്. 0 ഓൾറെഡി സെലക്ട് ചെയ്തില്ലേ? സെലക്ട് ചെയ്ത നമ്പർ ഇനി പറയാൻ പാടില്ല. ഫാത്തിമക്ക് കാര്യം മനസ്സിലായ? സെലക്ട് ചെയ്ത നമ്പർ പിന്നീട് പറയാൻ പാടില്ല. യെസ്. അപ്പൊ ഏതാ? 6 and 7. വാട്ട്സ് ദ ഡിഫറൻസ്? 1. നെക്സ്റ്റ് ഏതാ? 5 and 4. ഡിഫറൻസ് 1. നെക്സ്റ്റ് ഏതാ? അടുത്തതിൽ ആരാ? തേർഡിൽ ആരാ? 5ഉം
5 two least numbers 5 5 yes 5 and 5 രണ്ടു കൊടുക്കണം കേട്ടോ 5 and 5 difference 0 next iteration number 2 what's the difference here what is the two least numbers അത് 5 7 തന്നെയാണ് 2 ആണ് ഡിഫറൻസ് ഇവിടെ 4 5 തന്നെയാണ് 1 ആണ് ഡിഫറൻസ് ഇവിടെ 5 6 തന്നെയാണ് 1 ആണ് ഡിഫറൻസ് ഇവിടെ രണ്ട് നമ്പറുകൾ ഏതാ പറഞ്ഞേ ഇവിടെ രണ്ട് ലീസ്റ്റ് നമ്പർ ഏതാ പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ലാസ്റ്റ് കോളത്തിൽ രണ്ട് ലീസ്റ്റ് നമ്പർ പറഞ്ഞേ ലാസ്റ്റ് കോളത്തിൽ രണ്ട് ലീസ്റ്റ് നമ്പർ പറയൂ ഡിയർ സ്റ്റുഡൻസ് ലാസ്റ്റ് കോളത്തിൽ രണ്ട് ലീസ്റ്റ് നമ്പർ പറയൂ എല്ലാവരും പറയൂ സോറി ഫാത്തിമ ക്യാൻസൽ ആയില്ലേ യെസ് ദാറ്റ്സ് റൈറ്റ് ആൻസർ ഫാത്തിമ ഇവിടെ ഓൾറെഡി എല്ലാം എടുത്തു കഴിഞ്ഞില്ലേ ഇനി എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല നത്തിങ് ടു ഡു ബിക്കോസ് അവിടെ ആരില്ല സെല്ലില്ല നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് സോ പുട്ട് എ ഹൈഫൺ നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ഓക്കെ പോയിന്റ് മനസ്സിലായോ ഫാത്തിമക്ക് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് നോ നമ്പർ സോ നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് okay now my question which is the highest penalty factor yes 2 is the highest penalty factor yes and I put a star here ഏരോണ് ഞാൻ സാധാരണ ഇടാറ് ഏരതിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാർ ഇട്ടു അത്രയുള്ളൂ കേട്ടോ നിങ്ങൾ കഷ്ടപ്പെട്ട എക്സാമിന് സ്റ്റാർ ഒന്നും ഇടണ്ട കേട്ടോ ഓക്കെ ഇതിന്റെ അർത്ഥം എന്താ ഐ ഗോട്ട് ദ പെർമിഷൻ ടു എൻ്റർ ദിസ് കോളം ഈ കോളത്തിൽ കയറാനുള്ള പെർമിഷൻ കിട്ടി യെസ് ഈ കോളത്തിൽ കയറാനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ ലീസ്റ്റ് കോസ്റ്റ് സെൽ 5 ഐ എം കമ്മിങ് ടു ദിസ് 5 I'm allocating I'm looking down how much is needed 300 I'm looking right how much is available 320 what I put 300 what happened 300 become 0 320 become 20 which cell I cancel 0 ആയ ഇവിടെ അല്ലേ 0 ആയത് അപ്പൊ 0 ആയതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെ സെല്ലുകളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു how is that step is it easy മനസ്സിലാവാത്ത ആരുമില്ലല്ലോ is the steps are easy right iteration number 2 അവസാനിച്ചിരിക്കുന്നു now I move to iteration number 3 മനസ്സിലാവാത്ത ആരുമില്ലല്ലോ iteration എന്നാ ഫാത്തിമ പറയൂ which is the two least numbers 7 and 6 difference is 1 next which is the two least number 4 and 9 difference 5 le 5 yes next which is the two least number 5 and 5 difference 0 coming to the next iteration third iteration column iteration anything to do here nothing here 1 anything to do here nothing over which is the highest penalty factor that is 5 man that is 5 okay I got permission to enter here put a star here so I'm entering which is the least cost is 4 sir least cost is 4 I'm looking down 260 I'm looking right 20 260 കൊടുക്കാൻ പറ്റുമോ ഇല്ല ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ I'm putting 20 what happened 20 become 0 260 become 240 okay which I cancel പൂജ്യമായ ഇതല്ലേ പൂജ്യമായത് so I cancel this cell now I'm moving to the next one iteration number 4 iteration number 4 iteration number 4 in iteration number 4 you tell me which is the least cost cell 7 and 6 what's the difference that's 1 sir you tell that's 1 right that's 1 sir next anything to do with it nothing next what's the difference 0 sir
Next, allocation, iteration number 4. Okay, in iteration number 4, anything to do here? Sir, nothing to do here. Avada onnuilla. Nothing. Anything to do here? Yes, ഇവിടെ 5 ഉം 7 ഉം ആണ് അല്ലേ? 5 ഉം 7 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്രയാ? 2 ആ വരിക. 2. Here 5 ഉം 6 ഉം ഡിഫറൻസ് എത്രയാ? 1 ആ വരിക. Here nothing to do. Which is highest allocate? Highest penalty factor. Highest penalty factor is 2. 2. Put a star here. Put a star here. I put a star here. Yes. ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ which is the least cost one? 5. 5. I coming here. I looking down. എത്ര വേണം? 240 വേണം. എത്ര ഉണ്ട്? 280 ഉണ്ട്. അപ്പൊ കൊടുക്കാം. 240 കൊടുക്കാം. ഉണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ. 240 ബിക്കം 0. 280 ബിക്കം 40. വാട്ട് ഹാപ്പൻ? ഈ ഭാഗം 0 ആയി. അപ്പൊ ഈ സെല്ല് ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നന്നായി ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് പോവാനുള്ള സെല്ലെല്ലാം കിടക്കുന്ന ഒറ്റ കോളത്തിലല്ലേ? അല്ലേ? ഒറ്റ കോളത്തിലല്ലേ? ഇനി ആകെ 2 ആളല്ലോ, അത് ഒറ്റ കോളത്തിലല്ലേ കിടക്കണേ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ ഐട്രേഷൻ ചെയ്യേണ്ട. കാരണം ഏത് കോളത്തിൽ കയറണം, ഏത് റോല് കയറണം എന്ന് മനസ്സിലാക്കാനല്ലേ ഈ ഐട്രേഷൻ ചെയ്യണത്. ആകെ ഒറ്റ കോളുള്ള പിന്നെ ഇപ്പൊ എന്തിനാ മനസ്സിലാക്കേണ്ട ആവശ്യം? അതിലേക്ക് പോയാൽ പോരെ. അപ്പൊ ഞാൻ ഐട്രേഷൻ നിർത്തി. അപ്പൊ ഐട്രേഷൻ നിർത്തുന്ന സ്റ്റേജ് മനസ്സിലായ? ബാക്കിയുള്ള സെല്ലുകളെല്ലാം ഒരു കോളത്തിലോ ഒരു റോയിലോ വന്നാൽ ഐട്രേഷൻ നിർത്താം. ഈസ് ദ പോയിന്റ് ക്ലിയർ? മൈ ഡിയർ സ്റ്റുഡൻസ്, ഈസ് ദ പോയിന്റ് ക്ലിയർ? ബാലൻസ് ഉള്ള സെല്ലുകളെല്ലാം ഒരു കോളത്തിലോ ഒരു റോയിലോ വന്നാൽ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാം. യെസ്, യെസ്, നമ്മൾ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്തു. യെസ്, യെസ്, ഗുഡ്, ഗുഡ്, ഗുഡ്. യെസ്. ഇനി എങ്ങോട്ട് പോകണം? ആ ഒരു കോളുള്ളൂ. അവിടെ ഏതാ ചെറുത്? അവിടെ 5 ആണ് ചെറുത്. ഐ എം മൂവിങ് ഹിയർ. ഐ എം മൂവിങ് ഹിയർ. How much is available? Available is 180 അല്ലേ? Sorry, how much is required? 180. How much is available? Only 40 sir. 40 കൊടുക്കാനുള്ളൂ. 40 കൊടുക്കാനുള്ളൂ. അപ്പൊ 150 കൊടുക്കാൻ പറ്റില്ല. 40 കൊടുക്കാം. I am putting 40. 40 become 0. 180 become 140. 140. Now I coming here. I am coming here. ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, കാരണം ഓൾറെഡി ഒക്കെ ക്യാൻസൽ ആ. Now I am coming to the last cell. How much is needed? I needed 140. How much is required? I required 140. How much is available? That's also 140. 140 becomes 0. 140 becomes 0. കറക്റ്റ് വന്നു. ഇത് ബാലൻസ്ഡ് ആയതുകൊണ്ട് കറക്റ്റ് വന്നേ. കണ്ടാ? ചെയ്തു കഴിഞ്ഞു. സൂപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇഷ്ടായ? എല്ലാവർക്കും ഇഷ്ടായ? Now see, ഇതാണ് നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പ് കേട്ടോ. ഓഗൽ ഇഷ്ടായോ? യെസ്, ഓഗൽ ഇഷ്ടായി. ഓക്കെ. യെസ്. Now my heading, എന്താ ഹെഡിങ് പറഞ്ഞേ നിങ്ങൾ? Cost associated with above method. Cost associated with above method. എന്നിട്ട് അവിടെ നമുക്കുള്ള വാല്യൂസ് എന്തൊക്കെയാ? അലോക്കേറ്റഡ് സെൽ അല്ലേ? അലോക്കേറ്റഡ് സെൽ കമ്പ്യൂട്ടേഷൻ, പിന്നെന്താ? കോസ്റ്റ്, അലോക്കേറ്റഡ് സെൽ, ഓക്കെ. ഓക്കെ, ഏതൊക്കെ അലോക്കേറ്റഡ് സെല്ല്? ഇവിടെ നമ്മൾ M1 M2 M3 അല്ലേ? C1 C2 C3 C4 ഡെമ്മി ആണ്. ഓക്കെ, C4. പറയൂ. ഫസ്റ്റ് ഏതാ? M1 C3. M1 C3 എത്ര വരുന്നേ? 140 എണ്ണം അലൊക്കേറ്റ് ചെയ്ത് ഓരോന്നിന് ചെലവ് 6. അപ്പൊ 140 × 6 എത്ര? 140 × 6 840. ഓക്കെ, 840. അടുത്തത് M1 C4. 110 × 0. 110 × 0 എത്രയാ? 0. അടുത്തത് M2
C1 M2 C1 എത്ര M2 C1 300 ഇൻറ്റു 5 അല്ലേ 300 ട്രാൻസ്പോർട്ട് ചെയ്താൽ 3 15 1500 യെസ് 1500 ഓക്കെ. അടുത്തത് M2 C2 എത്ര വരുന്നത് 20 എണ്ണം അല്ലേ 20 എണ്ണം എത്ര രൂപ വെച്ച് പോയി 4 രൂപ വെച്ച് 2 4 80 രൂപ അല്ലേ. അടുത്ത എന്താ M3 C2 എത്ര വെച്ചാ 240 വെച്ച് എത്ര എണ്ണം 5 അപ്പോൾ എത്ര വരുന്നുണ്ട് 250 എന്ന് പറഞ്ഞു 250 5 എത്ര 250 5 1200 ഓക്കെ ശരി 1200. ഇനി അടുത്ത് M3 C3 ഇത് എത്ര വരുന്നത് 40 ഇൻറ്റു 5 4 5 20 200 വരുന്നുണ്ടാവും അല്ലേ. ശരി ടോട്ടൽ എത്രയാ ടോട്ടൽ 3820. ടോട്ടൽ 3820 am I right 3820 ആണോ യെസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് എല്ലാ ഫാക്ടറിയിൽ നിന്നും സാധനം പോയാൽ മതി എല്ലാ വെയർ ഹൗസിനും കിട്ടിയാൽ മതി അതല്ലേ ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. 3800 രൂപയ്ക്ക് കാര്യം നടക്കുമെങ്കിൽ പിന്നെ എന്തിനാ അമിത കാശ് ചിലവാക്കണേ. തൊട്ട് മുന്നത്തെ കോസ്റ്റ് എത്രയായിരുന്നു ലീസ്റ്റ് കോസ്റ്റിലെ കോസ്റ്റ് എത്രയായിരുന്നു 4060. ഓ NW എത്തിയിരുന്നു NW നോർത്ത് വെസ്റ്റ് എത്രയായിരുന്നു 4200. So you tell which is the best method among this. Ogle approximation method അഥവാ WAM method WAM method സൂപ്പർ അല്ലേ. അപ്പൊ എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ല ഏത് മെത്തേഡാ ചെയ്യണ്ടേ WAM. മറ്റുള്ള മെത്തേഡ് എന്നാ ഏറ്റവും നല്ല കാര്യം പറയട്ടെ എക്സാമിന് ചോദിച്ചാൽ NW നന്നായി ഓർത്ത് വെച്ചോ. WAM നല്ലത് എന്ന് വിചാരിച്ച് WAM മാത്രം പഠിച്ചു പോരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ചോദിച്ചത് NW ചിലപ്പോൾ ഇനി ചോദിക്കാൻ പോണ ലീസ്റ്റ് കോസ്റ്റ് എല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ WAM. Is the point clear? Okay? Yes. Okay. Thank you. So എഴുതിയെടുത്തോ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഉറപ്പിക്കാനായിട്ടുണ്ടോ ഇതാണ് ആൻസർ എന്ന് ഉറപ്പിക്കാനായിട്ടുണ്ടോ. IBFS കാണാൻ പറഞ്ഞ IBFS ആയി നമ്മുടെ ഹെഡിങ് കൊടുക്കാം കേട്ടോ. മെത്തേഡ് 3 IBFS by WAM. ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇതാണ് ആൻസർ എന്ന് ഉറപ്പിക്കാനായിട്ടുണ്ടോ. എന്താ നിങ്ങളുടെ മറുപടി? ഇതാണ് ആൻസർ എന്ന് ഉറപ്പിക്കാനായിട്ടുണ്ടോ? ഇതായിരിക്കോ ആൻസർ എല്ലായ്പ്പോഴും? ആയിരിക്കോ? അല്ല, ആൻസർ മാറാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? മാറാൻ ചാൻസ് ഉള്ള ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? ഏത് മെത്തേഡാ? ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് OPM പഠിച്ചവരാണോ? ഫാത്തിമ മക്കളവരൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇതിനു മുമ്പ് OPM പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇതിനു മുമ്പ് OPM പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും പുതുതായിട്ട് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ,
ശരി, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. ശരി, ഗുഡ്. ഓക്കെ. സോ അങ്ങനെയാണ് ഇറൈസ് ചെയ്യട്ടെ. ഇറൈസ് ചെയ്യട്ടെ. ഇനി ഒരു കാര്യം കൂടെ പഠിപ്പിച്ച IBFS കൂടെ പഠിപ്പിച്ച സംഭവം ഓക്കെ. IBFS കൂടെ പഠിപ്പിച്ച സംഭവം ഓക്കെ. ശരി. So can I rise? Can I rise? Can I rise? Can I rise? Yes. Okay. Okay. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് 1 നൗ എക്സാമിന് IBFS ചോദിക്കൂ. OPMന് CMAD എക്സാമിന് IBFS ചോദിക്കൂ. അതിനപ്പുറം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് എന്ന് കരുതി ചോദിക്കില്ല നമുക്കങ്ങ് പറയാൻ പറ്റില്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു. സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റാണ്. ഈ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് സ്റ്റെപ്പ് 2 അല്ല, സ്റ്റെപ്പ് 3 ആണ്. കാരണം ഈ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെക്കിങ് നടത്താണ്ട്, ഒരു ചെക്കിങ്. ആ ചെക്കിങ്ങിൻ്റെ പേര് ഡീജനറസി ചെക്കിങ്. ഡീജനറസി ചെക്കിങ്. ഈ ഡീജനറസി ചെക്കിങ് നടത്താൻ വേണ്ടി എനിക്ക് എൻ്റെ പഴയ ടേബിൾ വേണം. ആ ടേബിൾ വൃത്തിയായിട്ട് ആൻസറുകൾ വേണം. ആൻസറുകൾ മാത്രം മതി, പണ്ടത്തെ പോലെ എല്ലാ വെട്ടും കുത്തൊന്നും വേണ്ട. ആൻസേഴ്സ് വൃത്തിയായിട്ട് വേണം. അത് നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ. ഞാൻ മായ്ച്ചു കളഞ്ഞു. ഓക്കെ, ആൻസേഴ്സ് എനിക്ക് വൃത്തിയായിട്ട് വേണം. ഇവിടുത്തെ വാല്യൂസൊക്കെ എനിക്ക് ഭംഗിയായിട്ട് വേണം. വാല്യൂസ് എനിക്കറിയാം. 8, 7, 6, 0, 5, 4, 9, 0, 7, 5, 5, 7, 5, 5, 0, 250, 320, 280, 300, 260, 180, 110 എന്നല്ല നിങ്ങൾ പറഞ്ഞു. ഞാൻ വാല്യൂസ് അലൊക്കേഷൻ പറഞ്ഞേ. ഇവിടെ അലൊക്കേഷൻ ഉണ്ടാ? നിങ്ങളാ പറയാൻ കേട്ടോ, എൻ്റെ കയ്യിലില്ല. ഇവിടെ അലൊക്കേഷൻ ഉണ്ടാ? 8 അലൊക്കേഷൻ ഉണ്ടാ? റെസ്പോണ്ട് ഫാസ്റ്റ്. 8 അലൊക്കേഷൻ ഉണ്ടാ? നോ. 7 നോ. 6 6 6 140. ശരി, 6 140. 0 0 110. ഓക്കെ. താഴെ 5 5 300. ഓക്കെ. 4 4 20. ശരി, 4 20.
9-ലുണ്ടോ? 9-ല് ഇല്ല. 0-ലുണ്ടോ? 0-ല് നോ. താഴെ 7-ലുണ്ടോ? 7-ല് നോ. 5-ലുണ്ടോ? 5-ല് 240 ഉണ്ട് അല്ലേ? ശരി, 5-ല് 240 ഉണ്ട്. അടുത്ത 5-ലുണ്ടോ? അടുത്ത 5-ല് 40 ഉണ്ടോ? ഓക്കെ, ശരി. 0-ലുണ്ടോ? 0-ല് നോ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ കാര്യങ്ങളെല്ലാം കറക്റ്റായി. ഓക്കെ, കറക്റ്റാണ്. ബുക്കിലെ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഓക്കെ. എന്താണ് ഡീജനസി ചെക്കിംഗ്? നന്നായി ശ്രദ്ധിച്ചോ. ഡീജനസി ചെക്കിംഗ് സിമ്പിൾ ചെക്കിംഗ് ആണ്. നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽ. എത്ര സെൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6. എത്ര ഉണ്ട്? 6 യെസ്. അടുത്ത് m + n - 1. m + n - 1. m + n - 1. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ എത്ര റോ ഉണ്ട്? 3 റോ. എത്ര കോളം ഉണ്ട്? 4 കോളം. -1 എത്രയാ? 4, 5, 6, 7, 6. 2, 6. 2, 6 ആണെങ്കിൽ since both are same, proceed to optimality test. നെറ്റ് ഒന്ന് അൺസ്റ്റേബിൾ ആയി. ഇപ്പം ശരിയായിട്ടുണ്ടാവും. രണ്ടും ഈക്വൽ ആണെങ്കിൽ മുന്നോട്ട് പോവാം, ഈക്വൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? അത് പിന്നീട് പഠിപ്പിക്കാം. അത് ആ ഈക്വൽ ആവാതിരിക്കുമ്പോഴത്തെ കാര്യമില്ല, അപ്പം പഠിപ്പിക്കാം. ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. സോ ഐ മൂവിങ് ടു മൈ സ്റ്റെപ്പ് 3. എന്താ എൻ്റെ സ്റ്റെപ്പ് 3? optimality test. Is it okay, my dear friends? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അതൊക്കെ കൺസെപ്റ്റ്, അതൊക്കെ പിന്നെ പറയാം. അതൊക്കെ ലൈവ് ക്ലാസ്സിൽ പറയാൻ എനിക്ക് താല്പര്യം. എന്നാലും നിങ്ങൾ റെഗുലറായി വരുമ്പോൾ, നിങ്ങൾ മുമ്പിലിരിക്കുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം. കൺസെപ്റ്റൊക്കെ പിന്നീട് പറയാം. ഇപ്പം നമുക്ക് തൽക്കാലം പ്രൊസീജിയർ പഠിക്കാം. Can I proceed to the next? Okay. Optimality സ്റ്റെപ്പിൽ എനിക്ക് ആദ്യം എനിക്ക് ഫസ്റ്റ് ഒരു സെല്ല് വരക്കാളൂ. അലോക്കേറ്റഡ് സെൽ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട് എനിക്ക്. ഈ അലോക്കേറ്റഡ് സെല്ലിൽ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയുന്നു. ഈ ഒപ്റ്റിമാൽ ടെസ്റ്റിന് പ്രത്യേകത ഉണ്ട്. ഒപ്റ്റിമാൽ ടെസ്റ്റിൽ റോനൊക്കെ വിളിക്കുക U എന്നാ. U1, U2, U3. അതെന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ യുലും വിയിലും ഇതിനെ V1, V2, V3, V4 എന്നാ വിളിക്കുക. എല്ലായ്പ്പോഴും അങ്ങനെ വിളിക്കട്ടോ. ശരി. അലോക്കേറ്റഡ് സെൽ നമുക്ക് ഏകദേശം ഒരു അലോക്കേറ്റഡ് സെൽ രണ്ട് കോളംസ്. എന്നിട്ട് ഹെഡിങ് കൊടുക്കാം നമുക്ക് അലോക്കേറ്റഡ് സെൽ. അതുപോലെ തന്നെ അലോക്കേറ്റഡ് സെല്ലും കോസ്റ്റും. ഏതാ ഒന്നാമത്തെ അലോക്കേറ്റഡ് സെല്ല്? ഏതാ? യുവിൻ്റെയും വിൻ്റെയും ടേംസിൽ പറയാൻ കേട്ടോ. ഒന്നാമത്തെ അലോക്കേറ്റഡ് സെല്ല് ഏതാ? പറഞ്ഞേ. U1, V3. യെസ്. അപ്പം ഞാൻ എന്താ എഴുതാ അറിയോ? U1 + V3 ഇക്വേഷൻ ഉണ്ടാക്കണം. U1 + V3 ഈക്വൽ ടു അവിടുത്തെ കോസ്റ്റ് എത്ര? കോസ്റ്റ് ആട്ടാ പറയണ്ടേ? 6.
ചിലർ 140 എന്ന് പറയും. ഈ 140 എന്നുള്ള ആൻസർ ശരിയാണോ നോക്കാനാണ് ഇപ്പോൾ ഈ ഒപ്റ്റിമാലിറ്റി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിമാലിറ്റിയിൽ 140 എഴുതുമോ? ഇല്ലല്ലോ, അത് ശരിയാ നോക്കല്ലേ വേണ്ടത്. അപ്പോൾ 140 അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഏതാ നോക്കുന്ന അവിടെ? കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. u1 പ്ലസ് v4 ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പറയേ. someone u2 plus v1 ഈക്വൽ ടു എത്ര വരിക? 5 അല്ലേ? യെസ്. u2 പ്ലസ്, യെസ്, ഗുഡ് അഭിജിത്ത്. u2 പ്ലസ് v1 ഇസ് ഈക്വൽ ടു 5. അടുത്ത ക്വസ്റ്റ്യൻ u2 പ്ലസ് v2 ഈക്വൽ ടു 4. അടുത്ത ക്വസ്റ്റ്യൻ u3 പ്ലസ് v2 ഈക്വൽ ടു 5. അടുത്ത ക്വസ്റ്റ്യൻ u3 പ്ലസ് v3 ഈക്വൽ ടു 5. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത എന്താ പരിപാടി എന്നറിയാം? അടുത്ത് ബിയിൽ എന്താ ചെയ്യണമെന്നറിയോ? അസൈനിങ് വാല്യൂസ്. അസൈനിങ് വാല്യൂസിൽ u1 ഈക്വൽ ടു എത്രയെന്ന് പറയണം, u2 ഈക്വൽ ടു എത്രയെന്ന് പറയണം, u3 ഈക്വൽ ടു എത്രയെന്ന് പറയണം, പിന്നെ അതുപോലെ തന്നെ v1 ഈക്വൽ ടു എത്രയെന്ന് പറയണം, v2 ഈക്വൽ ടു എത്രയെന്ന് പറയണം, v3 ഈക്വൽ ടു എത്രയെന്ന് പറയണം. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, ഓരോന്ന് എത്രയെന്ന് പറയണം. ഇത് കുറച്ച് കയറ്റി എഴുതിയാലോ? ഇത് കുറച്ച് കയറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അല്ലേ മയക്കാൻ നിൽക്കണം. ശരി, ബി കേട്ടോ. ബി അസൈനിങ് വാല്യൂസ്. u1 ഈക്വൽ ടു എത്രയെന്ന് പറയണം, u2 ഈക്വൽ ടു എത്രയെന്ന് പറയണം, u3 ഈക്വൽ ടു എത്രയെന്ന് പറയണം, അതുപോലെ തന്നെ v1 ഈക്വൽ ടു എത്രയെന്ന് പറയണം, v2 ഈക്വൽ ടു എത്രയെന്ന് പറയണം, v3 ഈക്വൽ ടു എത്രയെന്ന് പറയണം. ഓക്കെ, അപ് ടു ദാറ്റ് ഓക്കെ? Can I proceed? Yes, I can. Yes. ശരി, എങ്ങനെയാണിത് പറയാം? ഇതിൽ എത്രയേ ഉള്ളൂ? ഒന്നാമത്തത് 0 എന്നുണ്ട് വിചാരിക്കുക. ഒന്നാമത്തത് 0 എന്നുണ്ട് അസ്യൂം ചെയ്യുക. ഒന്നാമത്തത് 0 എന്നുണ്ട് അസ്യൂം ചെയ്താൽ ബാക്കി ഒക്കെ കിട്ടും. ഒന്നാമത്തെ 0 എന്ന് അസ്യൂം ചെയ്തിട്ട് എനിക്കിനി ഫസ്റ്റ് ഇക്വേഷനിൽ വരിക. ഫസ്റ്റ് ഇക്വേഷനിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തില്ലേ u1 0 ആണെന്ന്. അപ്പൊ 0 പ്ലസ് v3 6ആയി. 0 പ്ലസ് v3 6ആയി. അങ്ങനെയാണ് v3 എത്ര ആയിട്ടുണ്ടാവും? v3 എത്രയായിരിക്കും? v3 എത്രയാണ്? 6 ആണ്. v3 എന്താണ്? 6 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരിക. u1 0 അല്ലേ? 0 പ്ലസ് v4 0 ആണ്. 0 പ്ലസ് v4 0 ആണ്. അപ്പൊ v4 ഇവിടെ എഴുതാൻ വിട്ടുപോയല്ലേ? ഓക്കെ, അപ്പൊ v4 എത്രയാണ്? v4 0 ആണ്. ഇനി u1 ഉണ്ട് അവിടെ? u1 ഇല്ല. ഇനി u1ന്റെ ഇക്വേഷൻ ഉണ്ടാ? ഇല്ല. അപ്പൊ നമുക്ക് കിട്ടിയതാരാ? v3 കിട്ടിയിട്ടുണ്ട് അല്ലേ? v3 അല്ലേ? ഇവിടെ v3 കിട്ടിയില്ലേ? v3 ഇക്വേഷനിൽ പോവാ. v3 ഇക്വേഷൻ അവിടെ താഴെ കിടക്കണം. v3 ഇക്വേഷനിൽ പോയ u3 കിട്ടും. u3 പ്ലസ് v3 5ആണ്. v3 ഓൾറെഡി 6 ആണ്. അപ്പോൾ ഏതൊരു വാല്യൂ പ്ലസ് 6 ചെയ്തപ്പോൾ 5 കിട്ടി. ഒരു വാല്യൂ പ്ലസ് 6 അല്ലെ? u3 പ്ലസ് 6 5ആയി. അപ്പൊ u3 എന്തായിരിക്കും? u3 പ്ലസ് 6 5ആയ u3 എന്താ? -1. യെസ്, വെരി ഗുഡ്. u3 -1. അപ്പോ ഇനി v3 കൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. v4 കൊണ്ട് ഗുണമുണ്ടോ? v4 കൊണ്ട് ഗുണമില്ല. ഇനിയിപ്പോ നമുക്ക് ആരെ കിട്ടി? u3 കിട്ടി. u3 വെച്ച് പോവാം. u3 ഇക്വേഷൻ ഏതാ? ഇതല്ലേ u3 ഇക്വേഷൻ? അങ്ങനെ കണക്ട് ചെയ്ത് പോകണം. ഇതല്ലേ u3 ഇക്വേഷൻ? u3 പോവാം. u3 -1 പ്ലസ് v2 5ആയി. അപ്പൊ v2 എത്ര? -1 പ്ലസ് എന്തോന്ന് ചെയ്തപ്പോ 5ആയി. അപ്പൊ v2 എത്ര? യെസ്, v2 എത്രയാണ്? 6 ആണ്. v2 എത്രയാണ്? 6 ആണ്. v2 എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോ ഇനി u3 കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല.
ഒക്കെ കിട്ടി. ഇനി നമുക്കുള്ളത് V2 ആണ്. V2 കിട്ടി. V2 ഇത് എവിടെ ഉണ്ട്? V2 പോയാൽ ഇവിടെ V2 കൊടുത്താൽ ഇവിടെ V2 കൊടുത്താൽ U2 കിട്ടും. V2 6 ആട്ടോ. V2 6 ആട്ടോ. സംതിങ് പ്ലസ് 6 4ആയി. സംതിങ് പ്ലസ് 6 4ആയി. അപ്പൊ എന്തായിരിക്കും U2? U2 എന്തായിരിക്കും? -2. ദാറ്റ്സ് റൈറ്റ്. ഞാൻ ആരെ മാത്രമേ കിട്ടാവുള്ളൂ? V1 അതാ അവിടെ V1 അറിയണം, U2 അറിയണം. U2 ഓൾറെഡി കിട്ടിയല്ലോ. -2 പ്ലസ് സംതിങ് 5ആയി. -2 പ്ലസ് സംതിങ് 5ആയി. അപ്പൊ എന്തായിരിക്കും ഇത്? -2 പ്ലസ് 7. അതെ, V1 7ആയി. ആരാ 3 എന്ന് പറഞ്ഞേ? 3 അല്ലല്ലോ, -2 ആണ്. -2 ഓൾറെഡി ഉണ്ട് അല്ലേ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇത് മനസ്സിലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. റിപ്പീറ്റ് ചെയ്യാം. ഏതെങ്കിലും വാല്യൂ കൺഫ്യൂഷൻ റിപ്പീറ്റ് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണ്? ഓക്കെ, വിദ്യ ക്ലിയർ ആണ്. യെസ്. anyone else in the class? Are you okay with the steps? Assigning values, are you okay with the step assigning values? Are you okay with the step assigning values? Yes. Okay. ശരി. So I move to the next step. C. എന്താ എൻ്റെ C എന്നറിയോ? Unallocated cell. Unallocated cell ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ? This my table. Unallocated cell CJ, ZJ, CJ minus ZJ. Unallocated. CJ, ZJ ആദ്യം ZJ ആണ്. ZJ CJ മൈനസ് ZJ. എന്നിട്ട് ഒന്നാമത്തെ അൺഅലൊക്കേറ്റഡ് സെല്ല് പറഞ്ഞു. അലൊക്കേറ്റ് ചെയ്യാത്തത് U1 പ്ലസ് V1 അലൊക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. U1 പ്ലസ് V1. അടുത്തത് U1 പ്ലസ് V2 അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് അതാ U2 പ്ലസ് V3 അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അടുത്ത ഏതാ? U2 പ്ലസ് V4 അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അടുത്ത ഏതാ? U3 പ്ലസ് V4 അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായ? ഞാൻ എഴുതിയത് മനസ്സിലായ? അണ്ടർസ്റ്റുഡാ? ഞാൻ എഴുതിയത് മനസ്സിലായ? യെസ്. ഓക്കെ. ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യുവിൻ്റെയും വിൻ്റെ ഒക്കെ വാല്യൂ അറിയാലോ. അത് കൂട്ടിയിട്ട് കിട്ടുന്നതിനെയാണ് ZJ എന്ന് പറയുന്നത്. ഈ യുവിൻ്റെയും വിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് പറയാം. അത് കൂട്ടി കിട്ടുന്നതിന് ZJ എന്ന് പറയുന്നത്. അപ്പോൾ U1 പ്ലസ് V1 0 പ്ലസ് 7 എത്ര വരാ? 7. U1 പ്ലസ് V2 0 പ്ലസ് 6. U2 പ്ലസ് V3 -2 പ്ലസ് 6. പറഞ്ഞേ -2 പ്ലസ് 6 പറഞ്ഞേ. 4 യെസ് 4 ആണ്. -2 പ്ലസ് 6 4 ആണ്. യെസ്. U3 പ്ലസ് V1 അല്ലേ? നോക്കട്ടെ. ശരിയാ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഓർപ്പിച്ച നന്നായി. വരും കേട്ടോ. അത് മാത്രം ആഡ് ചെയ്താൽ മാത്രം പോരെ. U3 പ്ലസ് V1 കൂടെ ആഡ് ചെയ്യണം. അത്രയല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. U3 പ്ലസ് V1 ആഡ് ചെയ്യണം. അതുപോലെ തന്നെ U3 പ്ലസ് V4 വേണം. ഇപ്പൊ ശരിയായില്ലേ? ഓക്കെ, ശരി. ഓക്കെ. ഇനി U2 പ്ലസ് V4 -2 പ്ലസ് 0 -2 തന്നെ. U3 പ്ലസ് V1 -1 പ്ലസ് 7
6 ആണ്. u3 പ്ലസ് v4 -1 പ്ലസ് 0 -1 തന്നെ. ഞാൻ ചെയ്തതൊക്കെ ശരിയല്ലേ? ഇനി സീജ് എന്താ? സീജ് കോസ്റ്റ്. സി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. ആ പഴയ കോസ്റ്റ് അതേപോലെ എഴുതുക. ഫസ്റ്റ് സെല്ലിൽ 8 അല്ലേ കോസ്റ്റ്, അടുത്ത സെല്ലിൽ 7 അല്ലേ കോസ്റ്റ്, അടുത്ത സെല്ലിൽ 9 അല്ലേ കോസ്റ്റ്, അടുത്ത സെല്ലിൽ 0 അല്ലേ കോസ്റ്റ്, അടുത്ത സെല്ലിൽ 7 അല്ലേ കോസ്റ്റ്, അടുത്ത സെല്ലിൽ 0 അല്ലേ കോസ്റ്റ്. ഇനി സി ജെ മൈനസ് എഡ് ജെ, 8 മൈനസ് 7 1, 7 മൈനസ് 6 1, 9 മൈനസ് 4 5, 0 മൈനസ് -2 എത്രയാ? പറഞ്ഞേ. 0 മൈനസ് -2 എത്രയാ? 0 മൈനസ് -2 എത്ര ആൻസർ? 0 മൈനസ് -2 മൈനസും പ്ലസ് ആവും. ആൻസർ എന്താവും? 2 ആവും. 7 മൈനസ് 6 1, 0 മൈനസ് -1 എത്രയാവും? 0 മൈനസ് -1 എത്രയാവും? +1 അല്ലേ? എന്റെ മെത്തേഡ് പറയുന്നു, നമുക്ക് കിട്ടിയ ആൻസർ ഇല്ലേ, നേരത്തെ കിട്ടിയ ആൻസർ ഇല്ലേ, എത്രയാ? 3800 സംതിങ് ഒരു ആൻസർ ഇല്ലേ? എത്രയത്? 3820. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാ നോക്കാനല്ലേ ഇപ്പൊ ഇതൊക്കെ ചെയ്ത്. ആൻസർ എത്രയാണ്? 3800. ആ ആൻസർ ശരിയാണ്. എങ്ങനെ മനസ്സിലായി ആൻസർ ശരിയാണെന്ന്? ഞാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ആൻസർ ശരിയാണ്. ആർക്കെങ്കിലും മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമ്മുടെ ആൻസർ ശരിയാണ്. ഞാൻ തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? എനിവൺ? ആർക്കെങ്കിലും മനസ്സിലായോ? എന്താ സാറേ മനസ്സിലാവിടെ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. യെസ്, വെരി ഗുഡ്. വിദ്യ എങ്ങനെയാണ് ഈ നോളജ് അറിയ വിദ്യക്ക് ഇതിനു മുമ്പ് ക്ലാസ് കേട്ടിട്ടുണ്ടോ? വിദ്യ ഇതിനു മുമ്പ് OPM പഠിച്ചിട്ടുണ്ടോ? ഗസ്. വെരി ഗുഡ് വിദ്യ. യെസ്. സോ എങ്ങനെയാണ് നമ്മുടെ ആൻസർ ശരിയായത്? ഓൾ വാല്യൂസ് ഇൻ ദ CJ മൈനസ് ZJ ആർ പോസിറ്റീവ്. സോ മൈ ആൻസർ ഈസ് കറക്റ്റ് ഓൺലി. ഒരു നെഗറ്റീവ് എങ്ങാനും വന്നിരുന്നെങ്കിൽ എന്റെ ആൻസർ തെറ്റാ. സിൻസ് all values in the CJ minus ZJ are positive, the solution is optimal. ഇപ്പൊ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, അതിനേക്കാൾ ചെലവ് കുറച്ച് ലോകത്ത് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. This is the best minimum cost. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം? സൂപ്പർ അല്ലേ? Is it okay? ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. യെസ്, നിങ്ങളൊക്കെ മിടുക്കന്മാരാട്ടോ. ഞാൻ വിചാരിച്ചു ICMSലെ സെക്കൻഡ് ഇയർ ബാച്ച് ഒക്കെ മടിയന്മാർ. അതും ഓൺലൈൻ ക്ലാസ്സിലായിട്ട് പോലും. ഓക്കെ, ഗുഡ്. ഓക്കെ, ശരി, വെരി ഗുഡ്. ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യണം OPM കേട്ടോ. ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യണം. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, 0 മൈനസ് -2 എന്ന് എഴുതിയിട്ട് ഒരാളിവിടെ -2 എന്ന് എഴുതിയ ആൾ അസംഷൻ എന്താവും? ആൻസർ തെറ്റാന്നാൾ അനാവശ്യമായിട്ട് അസംഷൻ ചെയ്യും. ആൻസർ തെറ്റാണോ? അല്ല. ഇനി ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് നിൽക്കണം. CJ മൈനസ് ZJ മൈനസ് വന്നാൽ എന്താ ചെയ്യുക സാർ? പഠിക്കണം. പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ സ്റ്റെപ്പ് 2 M+N -1 നമ്പർ ഓഫ് അലക്കേറ്റഡ് സെല്ലും ഈക്വൽ ആയില്ലെങ്കിൽ എന്താ ചെയ്യുക സാർ? ചെയ്താലേ മനസ്സിലാവും. അതൊക്കെ പറഞ്ഞു തരാനുള്ള കൺസെപ്റ്റുകളാണ് ഇനിയും. അപ്പൊ ഇനി ചില കൺസെപ്റ്റുകളെ പറഞ്ഞു തരാനുള്ളൂ. പ്രൊസീജിയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സ്ട്രാ കൺസെപ്റ്റുകൾ മാത്രമേ എനിക്കിനി പറയാനുള്ളൂ. Are you okay with the steps? ഈ സാധനമാണ് ബുക്കിൽ ഇങ്ങനെ ആകെ പാരാഗ്രാഫ് ആയിട്ട് എഴുതിക്കണം. നിങ്ങൾ ബുക്കൊന്ന് നോക്കി. ബുക്കിലെ സൊല്യൂഷൻ വായിച്ച് നിങ്ങൾക്ക് ദേഷ്യം വരും. ബുക്കിലെ സൊല്യൂഷൻ വായിച്ച് നോക്കിയാൽ പാരഗ്രാഫൊക്കെ എഴുതിക്കണം. ഒരു പാരഗ്രാഫ് ഞാൻ അതിനെ അടിപൊളിയിൽ ടേബിളൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ? ബുക്കിൽ നോക്കിയേ, ആകെ പാരഗ്രാഫ് പോലെ പെനാൾട്ടി അത് ഇത്. ബുക്ക് നോക്കിയാൽ എങ്ങനെയൊക്കെയാണോ മനസ്സിലാവാതിരിക്കുക അങ്ങനെയൊക്കെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ പ്രൊസീജിയർ. പക്ഷെ നമ്മളതൊക്കെ ഭംഗിയിൽ ടേബിളൊക്കെ ആക്കി, അത്രേ ഉള്ളൂ. നമ്മൾ അതിനെ സ്ട്രക്ചറൈസ് ചെയ്തു. അപ്പൊ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി കേട്ടോ.
Okay. This is optimal design. എക്സാമിന് ഇങ്ങനെ ചെയ്താൽ മതി, ഒരു ഡൗട്ടും ഇല്ല. എക്സാമിന് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഈ സാധനമാണ് പാരഗ്രാഫായിട്ട് അവർ എഴുതിയിരിക്കണേ. യു അപ്രോച്ച് ദിസ് മെത്തേഡ് ഫോർ യുവർ എക്സാമിനേഷൻ, നോ പ്രോബ്ലം. ദിസ് എ മെത്തേഡ്. ഈ മെത്തേഡ് നമ്മുടെ ബുക്കിലുണ്ട്. ഈ മെത്തേഡ് ചില ഭാഗത്ത് നമ്മുടെ ബുക്കിലുണ്ട്. ഫോർ എക്സാമ്പിൾ പേജ് നമ്പർ 116 ഈ മെത്തേഡ് ഉണ്ട്. പേജ് നമ്പർ 116 ഈ മെത്തേഡ് ഉണ്ടോ, നിങ്ങൾ നോക്കിയേ. ഇത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരാകെ അൺസ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്തിട്ടു എന്നുള്ളൂ. നിങ്ങൾ നോക്കിയേ, ZJ എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല. അവരുപയോഗിച്ചിരിക്കുന്ന വേറെ എന്തോ വാക്കാണ്, ഡെൽറ്റ. അവർ ഈ CJ - ZJ വരെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡെൽറ്റ IJ എന്നാണ്. ഡെൽറ്റ IJ അത്രയേ ഉള്ളൂ, വ്യത്യാസങ്ങൾ അത്രയേ ഉള്ളൂ. ഡെൽറ്റ IJ നിങ്ങൾ വേണേ അത് ഉപയോഗിച്ചോ. ഡെൽറ്റ IJ = CJ - ZJ നിങ്ങൾ ഉപയോഗിച്ചോ. അവർക്ക് Z ഇല്ല. അവർക്ക് Z-ന് പകരം U+V ആണ്. യും വിയും കൂടെ കൂട്ടിച്ചേർത്തതന്നെയല്ലേ Z. അവരുടെ Z-ന് പകരം യും വിയും കൂടെ ചേർന്നതാണ്. എന്റെ Z എന്താണ്? യും വിയും കൂടെ ചേർന്നത് തന്നെയല്ലേ. Optimality test. Okay. Is the point clear? നിങ്ങളുടെ മുമ്പിൽ ഇനി വരേണ്ട 2 ചോദ്യങ്ങളാണ്. ഈ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഒരൊറ്റ സ്റ്റെപ്പിലൂടെ അത് പറയാൻ പറ്റില്ല. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളത് കംപ്ലീറ്റ് ആവേണ്ട ചില ചോദ്യങ്ങൾ. ഇത് രണ്ടും ഈക്വൽ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. അതിന്റെ സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണം. ഇവിടെ മൈനസ് വന്നാൽ, CJ - ZJ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം? അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണം. ഈ 2 സ്റ്റെപ്പ് കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുണ്ട്. ദിസ് മൈ കൺസെപ്റ്റ് 1, ദിസ് മൈ കൺസെപ്റ്റ് 2. ഈ 2 കൺസെപ്റ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എൻഡ് ചെയ്തു കേട്ടോ. ഓക്കെ, എഴുതിയെടുക്കൂ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ചോദ്യം എന്തായിരുന്നു? ഡിറ്റർമൈൻ ദ ഒപ്റ്റിമൽ എക്കണോമിക് ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ ഓഫ് ദ കമ്പനി ആൻഡ് ഓവറോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറഞ്ഞു. വാട്ട് ആർ ദ ക്വാണ്ടിറ്റീസ് സോൾവ് ഫ്രം M1, M2, M3 റെസ്പെക്റ്റീവ്ലി അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരമായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1 2 ചോദ്യത്തിന് ഉത്തരമായി. ഈ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യട്ടെ. നോട്ട് ചെയ്തതല്ലേ? സമയം വേണോ? നോട്ട് ചെയ്യാൻ സമയം വേണോ? വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ റൈസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ തരാം. നോട്ടഡ്. ക്ലിയർ ചെയ്യട്ടെ. വിൻഡോ ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, വിൻഡോ ക്ലിയർ ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ തരാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കൺസെപ്റ്റ് പഠിക്കുന്നു? എൻ്റെ ഒന്നാമത്തെ കൺസെപ്റ്റ് ഇല്ലേ, ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിൽ നമ്പർ ഓഫ് അലൊക്കേറ്റഡ് സെല്ലും അതുപോലെ തന്നെ M+N -1 ഈക്വൽ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കൺസെപ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം ആണ്. സോ നോട്ട് ദ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ
എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിലെ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിലെ 24th ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ മുഴുവനായിട്ടില്ല, ആ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ മാത്രം എടുക്കുന്നു, സ്ട്രക്ചർ മാത്രം എടുക്കുന്നു. ഇത്തരത്തിലൊരു ഒരു ലേഡീസ് ഫാഷൻ ഷോപ്പാണ്. ഓക്കെ, ഒരു ലേഡീസ് ഫാഷൻ ഷോപ്പ്. അവർക്ക് ഏകദേശം 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. അവർക്ക് ഡിഫറെൻറ്റ് സൈസുള്ള 4 സൈസുള്ള ഡ്രസ്സ് വേണം, 4 സൈസുള്ള ഡ്രസ്സ് വേണം അവർക്ക്. ഓക്കെ, ആ 4 സൈസുള്ള ഡ്രസ്സ് അവർ പർച്ചേസ് ചെയ്യുന്നത് 3 മാനുഫാക്ചേഴ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് 3 മാനുഫാക്ചേഴ്സാണുള്ളത്. ABC എന്ന് പറയുന്ന 3 മാനുഫാക്ചേഴ്സ് ഉണ്ട് അവർക്ക്. ആ ലേഡീസ് ഫാഷൻ ഷോപ്പിന് 3 തരത്തിലുള്ള ഡ്രസ്സാണ് വേണ്ടത്. ഒരു മോഡൽ 1, ഒരു മോഡൽ 2, ഒരു മോഡൽ 3 ആൻഡ് അതുപോലെ തന്നെ ഒരു മോഡൽ 4. അങ്ങനെ 4 മോഡലുള്ള ഡ്രസ്സ് വാങ്ങണം. അപ്പോൾ ഈ 4 മോഡലുള്ള ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ഇവർക്ക് അത് വാങ്ങുമ്പോൾ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2.5 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത്. ഇവിടെ 4.0 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത്. ഇവിടെ 5.0 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത്. ഇവിടെ 2.0 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത്. ഇവിടെ 3.0, അതായത് 3 രൂപ. ഇവിടെ 3.5, ഇവിടെ 5.5. ഇവിടെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 1.5. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 2.0. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 4.5. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 4.5. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 2.5. ആൻഡ് ഈ എ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ടീമിന് മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 150 ക്വാണ്ടിറ്റിയാണ്. ബിക്ക് മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 450 ക്വാണ്ടിറ്റിയാണ്. സിക്ക് മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 250 ക്വാണ്ടിറ്റിയാണ്. ഈ 1 എന്ന് പറയുന്ന മോഡൽ ഇത് ഡ്രസ്സിൻ്റെ സൈസാണ് 1, 2, 3, 4. ഈ 1 എന്ന് പറയുന്ന മോഡൽ മാക്സിമം വേണ്ടത് 100 മതി, 100 ക്വാണ്ടിറ്റി മതി. ഇത് മാക്സിമം 200 ക്വാണ്ടിറ്റി മതി. ഇത് മാക്സിമം 450 ക്വാണ്ടിറ്റി മതി. ഇത് മാക്സിമം 150 ക്വാണ്ടിറ്റി മതി. ഓക്കെ, ആദ്യം നോക്കേണ്ടത് എന്താ? ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ എന്നല്ല ആദ്യം നോക്കണ്ടേ. മൈ ക്വസ്റ്റ്യൻ, ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ? ഓക്കെ, ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ? someone respond. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ? ഈക്വൽ ആണോ? Is the demand is equal to supply? ഈക്വൽ അല്ല എന്നാ? നോ. എത്ര വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടെ 150, 300, 400, 500, 500, 600, 700, 850 വരുന്നുള്ളൂ അല്ലേ? 50ൻ്റെ ഡിഫറൻസ് ഉണ്ട്. 50ൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തിലാണ് ഡിഫറൻസ്? 50ൻ്റെ ഡിഫറൻസ് വരുന്നത്? മാനുഫാക്ചറിലല്ലേ? അപ്പോൾ ഒരു ഡെമ്മി ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഒരു ഡെമ്മി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാൽ നിങ്ങൾ ഡെമ്മി ആഡ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യും. ഒരു ഡെമ്മി ആഡ് ചെയ്തോ, നിങ്ങൾ ചെയ്തോ, ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോ. ഒരു ഡെമ്മി ആഡ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തു. ഒരു ഡെമ്മി മാനുഫാക്ചറിങ് യൂണിറ്റ് ആഡ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തു. ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു തരും ലാസ്റ്റ്. ഒരു ഡെമ്മി. ഓക്കെ, ഡെമ്മി ആഡ് ചെയ്തു. ഓക്കെ, ഒരു ഡി എന്ന് പറയുന്ന ഒരു ഡെമ്മി ആഡ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് എത്രയാ? 0, 0, 0, 0. അതിൻ്റെ മാക്സിമം മാനുഫാക്ചറിങ് സപ്ലൈ 50 ആക്കി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതി. 100, 200, 450, 150. ഇത്രയും ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബാലൻസുകൾ ചെയ്യും. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്തിനാ ക്രോസ് വരും? നിങ്ങൾ സ്റ്റെപ്പ് 1 IBFS ബൈ വോഗൽ നിങ്ങൾ ചെയ്തു തീർക്കും. സ്റ്റെപ്പ് 2 ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റെപ്പ് 2 നിങ്ങൾ നമ്പർ ഓഫ് അലൊക്കേറ്റഡ് സെൽ ഈസ് നോട്ട് ഈക്വൽ ടു m+1 -1 എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് വരും. അപ്പം ഞാനതിൻ്റെ കൺസെപ്റ്റ് പറയും. അതുവരെ നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനല്ല. ഓക്കെ,
നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. We'll discuss in the next class. Okay, thank you. Thank you. ഹാപ്പി ടുഡേ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇന്നത്തെ കണ്ടന്റ് എല്ലാം മനസ്സിലായില്ലേ? ഇന്നത്തെ കണ്ടന്റ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാ കണ്ടന്റും ഇന്നത്തെ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു.